ചൂടിൽ വിശപ്പും ദാഹവും ഒരുപോലെ അകറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. മട്ട അവിലാണ് ഏറ്റവും എടുത്തിരിക്കുന്നത്, വെള്ള അവിലല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുള്ള അവിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് 4 പാളയം കുടമ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തിയിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ലതുപോലെ അരിയാനും പാടില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലായിടത്തും പഞ്ചസാര എത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തണുത്ത പാൽ, അതായത് 1 കപ്പോളം പാലിൽ നല്ലതുപോലെ തണുത്ത പാലെടുക്കാം. അത് നല്ലതുപോലെ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് 2.5 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചേർക്കുമ്പോൾ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ ഒരു ഡ്രിങ്ക്സ് വിശപ്പിനും ദാഹത്തിനും ഒരുപോലെ ശമനം നൽകും. നല്ലപോലെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് നട്ട്സുകൾ ചേർത്താവുന്നതാണ്, ഡേറ്റ്സ് ചേർത്താവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് നൽകും കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ നട്ട്സും ഡേറ്റ്സൊക്കെ ചേർത്ത് ചെയ്യാറുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണിത്. നമുക്ക് റോസ്റ്റ് ചെയ്ത അവൽ ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് പാലും പഴവും കൂടി ചേർത്തുള്ള മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് അവലിടുക. അതിലേക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേലെ വിതറാവുന്നതാണ്. അതായത് ഞാൻ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്, റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് അവൽ റോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ബൂസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ബൂസ്റ്റ് ഇട്ടാൽ. ടേസ്റ്റിന് വേണ്ടി നമുക്ക് ബൂസ്റ്റ് ഇടാം. അതിനുശേഷം വീണ്ടും നമുക്ക് പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ അവലിടാം. അവലിട്ട് അതിന് മേലെ കടലയും ബൂസ്റ്റും ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന എളുപ്പമുള്ള ഒരു ഡ്രിങ്ക്സും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള പ്രചോദനം. താങ്ക്